എല്ലാവർക്കും നമസ്കാരം. യുണൈറ്റഡ് പെൻറ്റക്കോസ്റ്റൽ കൗൺസിൽ ഒരു രജിസ്റ്റേർഡ് സംഘടനയാണ്. പെൻറ്റക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു സംഘടനയാണ് യുണൈറ്റഡ് പെൻറ്റക്കോസ്റ്റൽ കൗൺസിൽ. അതിൻ്റെ ദേശീയ അധ്യക്ഷനായി ശ്രീ ബാബു പറയത്തുകാട്ടിലാണ് സേവനമനുഷ്ഠിക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും അതോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യയിലെ ഏതാണ്ട് 18 സംസ്ഥാനങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെയും യുണൈറ്റഡ് പെൻറ്റക്കോസ്റ്റൽ കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായിട്ടുണ്ട്. പൊതുവെ പെൻറ്റക്കോസ്റ്റൽ സമൂഹം അസംഘടിതരാണ്. എന്നാൽ അവരെ സംഘടിപ്പിക്കുക, അവരെ ഒന്നിച്ച് ചേർത്ത് നിർത്തുക, അവർക്കെതിരെ വരുന്ന പ്രശ്നങ്ങൾ, ആരോപണങ്ങൾ, പല സ്ഥലങ്ങളിലും പാസ്റ്റർമാർ ഉപദ്രവിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർക്ക് വേണ്ട നിയമ സഹായങ്ങൾ ചെയ്യുക, മറ്റ് സാമ്പത്തികപരമായ സഹായങ്ങളൊക്കെ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് പെൻറ്റക്കോസ്റ്റൽ കൗൺസിലിൻ്റെ കരുനാഗപ്പള്ളി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു ധർണ പ്രദർശനം നടത്തി. അതായത് ഒരു സെമിത്തേരിയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം. വാർത്ത ഇങ്ങനെയാണ്: പെന്തക്കോസ്റ്റ് സെമിത്തേരി സംരക്ഷിക്കണം എന്ന ആവശ്യവുമായി കരുനാഗപ്പള്ളി ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പെന്തക്കോസ്ത് സെമിത്തേരി സംരക്ഷിക്കപ്പെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യുണൈറ്റഡ് പെൻറ്റക്കോസ്റ്റൽ കൗൺസിൽ കരുനാഗപ്പള്ളി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുമ്പിൽ ധർണ നടത്തി. ഈ കരുനാഗപ്പള്ളി യൂണിറ്റ് പ്രസിഡൻറ്റ് പാസ്റ്റർ മധു ഈ ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്ത് നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ നൂറുകണക്കിന് ആളുകൾക്ക് ആവശ്യമായ ഒരു സെമിത്തേരി, അതിന് നല്ല പഴക്കമുണ്ട്. അവിടെ പലരെ അടക്കിയിട്ടുണ്ട്. ഈ ശവക്കോട്ട അല്ലെങ്കിൽ ഈ സെമിത്തേരി ഇവിടുന്ന് മാറ്റുവാൻ വേണ്ടി ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഈ ഭൂമാഫിയ, മണ്ണ് മാഫിയകളാണ്. അപ്പോൾ ഈ പ്രദേശത്ത് വലിയ മണ്ണെടുക്കൽ പരിപാടി നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സെമിത്തേരി ഇവിടുന്ന് മാറ്റാനുള്ള ഗൂഢമായ ആലോചന ചില ആളുകൾ നടത്തുന്നുണ്ട്. ഇതിനെതിരെയാണ് ഈ ധർണ പ്രദർശനം നടത്തിയത്. നൂറോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന സെമിത്തേരി ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള നീക്കങ്ങൾ വിശ്വാസികളിൽ വളരെ ആശങ്ക പടർത്തിയിരിക്കുകയാണ്. സെമിത്തേരി നഷ്ടപ്പെട്ടാൽ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് മറ്റ് സൗകര്യങ്ങളില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സെമിത്തേരിയോട് ചേർന്ന് അനധികൃതമായി ഏകദേശം 18 അടിയോളം ആഴത്തിൽ മണ്ണെടുത്ത് സമീപത്തെ വീടുകൾക്കും പോലും ഇപ്പോൾ അപകട ഭീഷണിയായിട്ട് ഇത് തുടരുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ജിയോളജി വകുപ്പ് പരിശോധന നടത്തി റിപ്പോർട്ട് നൽകിയെങ്കിലും ഇതുവരെയും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പൊതുവെ നമുക്കറിയാം, ഈ മണ്ണ് മാഫിയ, ഭൂമാഫിയ, അതുപോലെ ഖനന മാഫിയകളൊക്കെ അവർക്ക് വലിയ പിടിപാടുള്ളവരും കോടിക്കണക്കിന് രൂപ ഈ നേതാക്കന്മാരൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റുന്നവരാണ്. അധികാരികൾ, പോലീസുകാർ, അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഈ പണം കൈപ്പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നടപടികളൊന്നും ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. എന്നാൽ ഇതിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുണൈറ്റഡ് പെൻറ്റക്കോസ്റ്റൽ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു ധർണയാണ് അവിടെ നടത്തിയത്. പാസ്റ്റർമാരായ ബിജു, സാബു തോമസ്, തങ്കച്ചൻ, ഷാജി എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. വലിയൊരു ജനപങ്കാളിത്തം അവിടെ ഉണ്ടായി. എന്തായാലും പെൻറ്റക്കോസ്റ്റൽ സമൂഹങ്ങളുടെ സെമിത്തേരികൾ സംരക്ഷിക്കപ്പെടണം. അത് പലപ്പോഴും പല സ്ഥലങ്ങളിലും സെമിത്തേരിക്ക് അനുമതി പോലും ലഭിക്കാറായിട്ടില്ല. കേരളത്തിൽ ഏതാണ്ട് 25 ലക്ഷത്തോളം വരുന്ന പെൻറ്റക്കോസ്റ്റൽ സമൂഹം ചെറിയൊരു സമൂഹമല്ല, ഒരു വലിയ ശക്തി തന്നെയാണ്. പലപ്പോഴും പെന്തക്കോസ്റ്റ് സമൂഹം അവരുടെ ശക്തിയെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സംഘടിതരല്ല. സംഘടിതരായെങ്കിൽ മാത്രമേ പല അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഗവൺമെൻറ് മറ്റ് പല
ശവം മറവ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ പതിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ പെന്തക്കോസ്തൽ സമൂഹങ്ങൾക്ക് മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സംഘടിത ശക്തി അല്ലാത്തതുകൊണ്ടാണ്. വാസ്തവത്തിൽ ഈ സമൂഹം ഒരു സംഘടിത ശക്തിയായി വരണം. അതിനുവേണ്ടിയാണ് ഈ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ പോലുള്ള സംഘടനകൾ. ബാബു പറയത്തുകാട്ടിലാണ് അതിൻ്റെ പ്രസിഡൻറ്റ്, സാബു ജോൺ സെക്രട്ടറിയാണ്. അതുപോലെ കമ്മിറ്റി അംഗങ്ങളുണ്ട്, നാഷണൽ ലെവലിൽ കമ്മിറ്റി അംഗങ്ങളുണ്ട്, സംസ്ഥാനങ്ങളിലുണ്ട്, ജില്ലകളിലുണ്ട്, അങ്ങനെ യൂണിറ്റ് ഭാരവാഹികളുണ്ട്. വലിയ ഒരു സംഘടനയായിട്ട് ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെന്തക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഈ സംഘടനകളെ ഒക്കെ സപ്പോർട്ട് ചെയ്യുകയും പെന്തക്കോസ്റ്റൽ സമൂഹം ഒരു സംഘടിത ശക്തിയായി മുമ്പോട്ട് വരികയും ചെയ്യണം. അത് ഇവിടെ മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ മേഖലകളിലും സെമിത്തേരികൾ മറ്റു പലരും അവിടെ ഭൂമാഫിയ കയ്യേറുന്നുണ്ട്, മണ്ണെടുക്കുന്നുണ്ട്. ഇതൊക്കെ വലിയ ഭീഷണി തന്നെയാണ് നേരിടുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഇടപെടണം എന്നും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ, ഇനി പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ധർണാ പ്രദർശനങ്ങൾ വേണ്ടി വന്നാൽ സെക്രട്ടേറിയറ്റിൽ പോയി അവിടെ കുടില് കെട്ടി സമരം ചെയ്യാൻ ഉള്ള പദ്ധതി വരെ ഇപ്പോൾ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ നാഷണൽ പ്രസിഡന്റ് ശ്രീ ബാബു പറയത്തുകാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ പോയി അവിടെ പോയി സമരം ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും പെന്തക്കോസ്റ്റൽ സമൂഹങ്ങൾ സംഘടിതരാകുക, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.